എന്താ ആഭരണം വാങ്ങിയില്ലേ? വാങ്ങി. അയ്യോ, ഇതാണോ വലിയ സെലക്ഷൻ എന്ന് നീ പറഞ്ഞു വാങ്ങിയ ആഭരണം? കഷ്ടം. എല്ലാം ഇതിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാ ഞാൻ. ഇതിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് സെയിൽസ്മാനോട് ചോദിക്കാൻ ഞാൻ. സെയിൽസ്മാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയില്ലേ? ഇതിന്റെ വില എത്ര? ഇതിലുണ്ട്. ഇത്രയും വിലയോ? ഇതിന്റെ പണിക്കൂലി എത്ര? ഇതിലുണ്ട്. എന്റെ അമ്മോ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആഭരണത്തിലൊന്നുമില്ല, നിന്റെ തലയ്ക്കകത്തും ഒന്നുമില്ല. എടി, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സ്വർണത്തിന്റെ കൃത്യമായ വില, പരിശുദ്ധി, പണിക്കൂലി ഇവയെല്ലാം ജോസ്കോയിലെ സെയിൽസ്മാൻമാർ നമുക്ക് പറഞ്ഞു തരും. തീർച്ച. ഇനി സെയിൽസ്മാൻ വേണ്ടാത്ത ആഭരണക്കടയിലേക്ക് ഞാനില്ല. ഞങ്ങളില്ല എന്ന് പറ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സംശുദ്ധമായ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ജോസ്കോയിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ. ജോസ്കോ ജുവലേഴ്സ്. ഇതാണോ വലിയ സെലക്ഷൻ എന്ന് നീ പറഞ്ഞു വാങ്ങിയ ആഭരണം? എല്ലാം ഇതിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാ ഞാൻ. ഇതിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് സെയിൽസ്മാനോട് ചോദിക്കാൻ ഞാൻ. സെയിൽസ്മാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയില്ലേ? ഇത്രയും വിലയോ? എടി, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സ്വർണത്തിന്റെ കൃത്യമായ വില, പരിശുദ്ധി, പണിക്കൂലി ഇവയെല്ലാം ജോസ്കോയിലെ സെയിൽസ്മാൻമാർ നമുക്ക് പറഞ്ഞു തരും. ഇനി സെയിൽസ്മാൻ വേണ്ടാത്ത ആഭരണക്കടയിലേക്ക് ഞാനില്ല. ഞങ്ങളില്ല എന്ന് പറ. ജോസ്കോ ജുവലേഴ്സ്. ജോസ്കോയിലേക്ക് വരൂ. സംശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് ലഭിക്കും. എടി, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സ്വർണത്തിന്റെ കൃത്യമായ വില, പരിശുദ്ധി, പണിക്കൂലി ഇവയെല്ലാം ജോസ്കോയിലെ സെയിൽസ്മാൻമാർ നമുക്ക് പറഞ്ഞു തരും. തീർച്ച. ഇനി സെയിൽസ്മാൻ വേണ്ടാത്ത ആഭരണക്കടയിലേക്ക് ഞാനില്ല. ഞങ്ങളില്ല എന്ന് പറ. ജോസ്കോ ജുവലേഴ്സ്. ജോസ്കോയിലേക്ക് വരൂ. സംശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ജോസ്കോയിലേക്ക് വരൂ. സംശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ജോസ്കോ ജുവലേഴ്സ്. ഇനി സെയിൽസ്മാൻ വേണ്ടാത്ത ആഭരണക്കടയിലേക്ക് ഞാനില്ല. ഞങ്ങളില്ല എന്ന് പറ. ജോസ്കോ ജുവലേഴ്സ്.